ചേട്ടാ നമസ്കാരം. ഹാപ്പി ഓണം. ഓണമായിട്ട് നമുക്കൊന്നും ഒരു പരിപാടി ഇല്ലേടെ എന്നായിരിക്കും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ മുഴുവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഉം. അതെ, ഈ വാർത്തകൾക്ക് അവധിയില്ല. കാരണം അതിപ്പം ആഘോഷമായാലും സങ്കടമായാലും ഒക്കെ വാർത്തകൾ നമ്മൾ ജനങ്ങളിൽ എത്തിക്കേണ്ട ഒരു വലിയ ബാധ്യതകൾ, ഇല്ലെങ്കിൽ വലിയ ഒരു ദൗത്യമാണ് ലോകത്തെമ്പാടുള്ള മാധ്യമപ്രവർത്തകർക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് അവധി എന്ന് പറയുന്നൊരു ഇതില്ല. ഏതായാലും അതാണ് അതെ, നമ്മുടെ ഒരു. പക്ഷേ ഇതിനെ വാർത്തകൾക്കും നമ്മളൊരു അവധിയില്ല, പോലീ പോലീസുകാർക്ക് അവധിയില്ല, ആരോഗ്യ പ്രവർത്തകർക്ക് ലോ- അവധിയില്ല. നമ്മളൊക്കെ ഇല്ല. വേറെ ലെവലാണ് അതായത് എന്നുള്ളതുകൊണ്ടാണ്. രോഗത്തിനും ക്രൈമിനും വാർത്തകൾക്കും അവധി ഇല്ല. ലോകം അങ്ങനെ അവധി കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ അവധി ദിവസങ്ങളാണ് ഉം. മിക്കവാറും ഒക്കെ വലിയ വലിയ സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നത്. യുദ്ധമായാലും അതെ അതെ. ആക്രമണമായാലും ബോംബ് സ്ഫോടനങ്ങളായാലും ഒക്കെ എനിക്ക് തോന്നുന്നു അവധി ദിവസങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലൂടെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നതും ഈ അവധി ദിവസങ്ങളിൽ ഒരു വലിയ സംഭവം നടക്കും. ഒരു അച്ചട്ട് ഉം. പോലെയാണ് അത് മിക്കവാറും ഒക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. അതെ ഇന്നിപ്പോ അതെ അതെ രാവിലെ അതെ. തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു വാർത്ത, ജമ്മു കാശ്മീരിൽ 6 ഭീകരരെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 3 ജയ്ഷയുടെയും ഉം. 3 ലഷ്കർ ഉം. തോയ്ബയുടെയും ഭീകരർ. അപ്പൊ അത് ഡെവലപ്പ് ചെയ്തൊരു സ്റ്റോറി ഇവിടെയൊക്കെയാണ്. പിന്നെ അതെ. യുദ്ധം. അപ്പോ ഇന്ന് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മുടെ സൗദിയിലെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ MBS എന്ന് പറയുന്ന രാജകുമാരൻ, ആ രാജകുമാരൻ അസാസിനേഷൻ ഫിയറിൽ കഴിയുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏത് നിമിഷവും താൻ കൊല്ലപ്പെട്ടേക്കാം എന്നുള്ള ഭയത്തിൽ കഴിയുകയാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ MBSനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ചേട്ടാ, സൗദി ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കേരളത്തിലെ സുഡാപ്പികൾ നവീന ശിലായുഗത്തിലേക്ക് പോകുമ്പോൾ സൗദി അറേബ്യ പുരോഗമിച്ച് പുരോഗമിച്ച് പോവുകയാണ്. പുരോഗമനാത്മകമായിട്ടുള്ള പല നിലപാടുകളും സൗദി എടുക്കുന്നുണ്ട്. അവിടെ സ്ത്രീകൾക്ക് ബിക്കിനി ഇടാമെന്ന് പറഞ്ഞൊരു ആ, നിയമം വന്നിട്ടുണ്ട്. നിയമമല്ല, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട്. മെയ് 24-ന്, അതായത് 2024 മെയ് 24 ചരിത്രത്തിൽ ആദ്യമായിട്ട് സൗദി ഒരു സ്വിം സ്യൂട്ട് ഫാഷൻ ഷോ നടത്തി. അതിവിടെയുള്ള സുഡാപ്പികൾ അറിഞ്ഞോ എന്തോ. ഒരു സ്വിം സ്യൂട്ട് ഫാഷൻ ഷോ നടത്തി. പോരാത്തതിന് MBS അവിടെ സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വന്നിരിക്കുന്നത്, സ്ത്രീകൾ തീരുമാനിക്കും എന്താണ് ധരിക്കേണ്ടതെന്ന് സൗദി അറേബ്യയിൽ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിരിക്കും. പിന്നെ അൽ നാസറിലേക്ക് നമ്മുടെ പുള്ളിയൊക്കെ കൊണ്ടുവന്നല്ലോ, ആര്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ കൊണ്ടുവന്നു. അവർക്ക് മനസ്സിലായി ഇനി പെട്രോൾ കൊണ്ടൊന്നും അധികകാലം പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിയോം സിറ്റി 2030 എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പിൽ നിയോം സിറ്റി പണിയുകയാണ്. അപ്പോ അതൊക്കെയാണ് ഇനി സൗദിയുടെ വരുമാന മാർഗമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ ക്രൈസ്റ്റസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഈ ക്രൈസ്റ്റസ് എന്ന് പറഞ്ഞ സംഘടന അവര് ഈ വലിയ വലിയ ചിത്രങ്ങളൊക്കെ ലേലത്തിന് വെക്കുന്ന ടീമാണ്. ഈ മൈക്കിൾ ആഞ്ചലോ, ഡാവിൻസി എന്ന് പോലെ പറയുന്നത് പോലെ. അപ്പൊ അവര് ഈ സാൽവഡോർ ഡേ മുണ്ടേ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ ഒരു പെയിന്റിങ് ലേലത്തിന് വെച്ചു. ലേലത്തിന് വെച്ചപ്പോൾ അത് ലേലത്തിൽ ഒരാൾ മേടിച്ചു. അത് ഇത്ര ദശലക്ഷത്തിനാണ് മേടിച്ചത്, ഡോളറിനാണ് മേടിച്ചത്. പക്ഷെ അത് മേടിച്ചത് ആരാണെന്ന് തപ്പിപ്പോയപ്പോ അത് ഈ MBSന്റെ പ്രോക്സി ആയിരുന്നു അത് മേടിച്ചത്. ആക്ച്വലി MBS ആണ് അത് മേടിച്ചത്. വലിയ വിമർശനം വന്നു. ഇതൊക്കെ ഇസ്ലാമിക ചര്യയ്ക്ക് എതിരാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പാരീസിലെ ലുവർ മ്യൂസിയം കണ്ടിട്ടില്ലേ, അവിടെയാണ് മൊണാലിസ ഇരിക്കുന്നത്. മൊണാലിസ അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എത്ര മില്യൺ ഡോളറിന്റെ വരുമാനമാണ് വരുന്നതെന്ന് അറിയാം. ഇത് ഇവിടുത്തെ മ്യൂസിയത്തിൽ വെക്കാനാണ് ഞാൻ മേടിച്ചത്. നമ്മൾ ഈ എക്സ്ട്രീമിസ്റ്റ് ലൈൻ വിടുകയാണ് എന്നാണ് സൗദി അറേബ്യയിലെ ക്രൗൺ പ്രിൻസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് തന്നെ അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില ആൾക്കാർ ആധികാരികമായിട്ട് പറയുന്നത് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ ഗതി ചിലപ്പോൾ സൗദിയിലെ പ്രിൻസിന് വരും എന്ന രീതിയിലാണ് പറയുന്നത്. കാരണം ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ നാട് കടത്തുകയായിരുന്നു ചെയ്തത്. ഇപ്പൊ ഇന്ന് വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് അവിടെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയാണ്, ബുർഖ ഇട്ടില്ലെന്ന്. അപ്പൊ അങ്ങനെ സൗദി മാറുകയാണ്, വളരെ പുരോഗമനാത്മകമായിട്ടുള്ള നിലപാടുകളിലേക്ക് മാറുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ അദ്ദേഹം ആശങ്കയിൽ കഴിയുന്നത്. അദ്ദേഹം ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്നാണ് US രാഷ്ട്രീയ ഡിജിറ്റൽ പത്രമായിട്ടുള്ള പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഈ വിഷയമുണ്ട്. അത് രാജ്യത്തിനകത്തുനിന്ന് തന്നെ അദ്ദേഹത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തിന് എതിരെ ശബ്ദങ്ങൾ പലതും ഉയരുന്നുണ്ട്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ വേറെ പല ആൾക്കാരും അദ്ദേഹത്തെ അനുകൂലിക്കുകയാണ്. എന്ത് പുരോഗമനാത്മകമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്, ഇങ്ങനെയാവണം ഒരു ഭരണാധികാരി എന്ന് പറയുകയാണ്. ഇപ്പോ ഇപ്പോ അദ്ദേഹം ഈ അസാസിനേഷൻ ഫിയർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഇസ്രായേലുമായിട്ടുള്ള ഒരു ടൈ, അതായത് ഇസ്രായേലുമായിട്ട് ഒരു ബന്ധം സൗദി അറേബ്യ വെച്ച് പുലർത്തുന്നുണ്ട്. 1979 അറിയാലോ, UN വിഭജന പദ്ധതിക്കെതിരെ സൗദി വോട്ട് ചെയ്തു. ഈ പാലസ്തീൻ ഒന്നും സൗദി ഒരു രാജ്യമായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. പാലസ്തീൻ ജനതയെ സൗദി അറേബ്യ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ ഇസ്രായേലിനാണ് സൗദി അറേബ്യ കൂടുതലും അന്തർധാരയിലൂടെ അവര് വലിയ രീതിയിൽ പിന്തുണ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ 2023 മുതൽ ഇസ്രായേലുമായിട്ട് ഒരു എന്താണ്, സാധാരണ ബന്ധം പുലർത്താനായിട്ട് സൗദി അറേബ്യ ശ്രമിക്കുന്നുണ്ട്. ഉഭയകക്ഷി ചർച്ചകളിൽ അവർ ഏർപ്പെടുന്നുണ്ട്. US ആണ് ഇതിന് മധ്യസ്ഥത വഹിക്കുന്നത്. അപ്പോ ഈ US നമ്മുടെ MBS ചോദിച്ച ചോദ്യമുണ്ട്. 1979 ഇസ്രായേൽ സമാധാന ഉടമ്പടി ഒപ്പുവെച്ച ശേഷം ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്
ഒരു ഗതി ഉണ്ടായി യാസർ അറാഫത്തിന്. ആ ഗതി എനിക്കും വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു അസാസിനേഷൻ ഫിയറിലാണെന്നാണ് ഇപ്പോ US ഡിജിറ്റൽ പത്രമായിട്ടുള്ള പൊളിറ്റിക്കോ പറയുന്നത്. ബിചേട്ടൻ എന്താ തോന്നുന്നത്? താങ്കൾ ഈ അന്താരാഷ്ട്ര വാർത്തകളൊക്കെ അതിഭീകരമായിട്ട് നിരീക്ഷിക്കുന്നത്? ഈ സൗദിയിലെ ഇപ്പോഴത്തെ ഈ രാജാവ് MBS എന്ന് പറയുന്ന അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇവിടെ ഒരു വലിയ വാർത്തയുണ്ട്, ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. അത് 2 വർഷം മുമ്പാണ്. ഈ സൗദിയില് തിയേറ്ററുകൾ, സിനിമാ തിയേറ്ററുകൾ പണിയാനായിട്ട് ഈ രാജകുമാരൻ ഉത്തരവിറക്കി. ഏതാണ്ട് 5000-ഓളം തിയേറ്ററുകൾ എല്ലായിടും, അതായത് പുണ്യ നഗരങ്ങളിൽ പോലും തിയേറ്റർ എന്നൊരു ആശയം. അന്ന് അതിന് എതിരെ എവിടെങ്കിലും ഒരിടത്ത് സമരം നടന്നിട്ടുണ്ടെങ്കിൽ, പ്രതിഷേധം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്. മഹാരാഷ്ട്രയിൽ ആഴ്ചകളോളം വലിയ പ്രതിഷേധമാണ്. ഒരു റാസ അക്കാദമി എന്നാണ് ആ സംഘടനയുടെ പേര്, റാസ അക്കാദമി. ഈ റാസ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് അടക്കം പങ്കെടുത്തവരാണ്. അതായത് അവിടെ ഒരു തിയേറ്റർ വരുന്നു, അത് എന്തുകൊണ്ട് അത് വരുന്നു എന്നുള്ളതും സൗദി എന്തുകൊണ്ട് മാറുന്നു എന്നുള്ളതും ചിന്തിക്കാതെ ഈ എന്താ പറയുന്നത്, പിന്തിരിപ്പൻ നയങ്ങൾ വെച്ചിട്ട് ആ രാജ്യം ഇപ്പോഴും പൊട്ടക്കിണറ്റിൽ കിടക്കണമെന്ന് പറയുന്നവരാണ് ഇതിനെ എതിർക്കുന്നത്, ശക്തമായി എതിർക്കുന്നത്. അന്ന് ഇന്ത്യയിൽ മാത്രം, മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഈ റാസ അക്കാദമിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറി. സൗദിയിൽ തിയേറ്റർ വരുന്നതിന് പ്രതിഷേധം ഇന്ത്യ നടത്തിയവരാണ് ഇവരാണ് പറയുന്നത് 1947 ഇന്ത്യ പിടിച്ചെടുക്കണം, ഇന്ത്യ ഭരിക്കണം, അതോടുകൂടി ഇന്ത്യയിൽ ഭയങ്കര സംഭവം വരുമെന്ന്. ഇവിടെ ഉള്ളതിനെ മുഴുവൻ ചാക്കി കയറ്റാനുള്ള ഒരു വലിയ തന്ത്രമാണ്. അതായത് ഡെവലപ്മെന്റ്സിന് എതിരാണ് ഈ നടത്തുന്ന ഒരു മതമൗലിക, അതായത് മതം തലക്ക് പിടിച്ച ഭീകരന്മാരെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഡെവലപ്മെന്റ്സിന് എതിരാണ് ഇവർ ഭരിക്കുന്ന. എവിടെയെങ്കിലും ഒരിടത്ത് ഡെവലപ്മെന്റ് ഉണ്ടോ? ബംഗ്ലാദേശിലെ ഗതി വരും MBS എന്നാണ് ഇപ്പോൾ പറയുന്നത് മുഴുവൻ. ബംഗ്ലാദേശിന്റെ ഗതി എന്താണ് ഇന്ന് അവർ അതോ ഗതിയിലേക്ക് പോയിരിക്കുന്നു. മതം പുഴുങ്ങി തിന്ന വിശപ്പ് മാറത്തില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ഗൾഫ് കൺട്രീസ് മാറാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. ഗൾഫ് കൺട്രീസ് മാറ്റം ആദ്യം തുടങ്ങിയത് UAE, പിന്നെ ഖത്തറും, അതിനുശേഷമാണ് പിന്നെ സൗദിയിലേക്ക് വരുന്നത്. കാരണം എണ്ണ കച്ചവടം ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല ഗൾഫ് രാഷ്ട്രങ്ങൾ. ഒന്ന്, അവരുടെ എണ്ണ ഉത്പാദനം കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു ആവശ്യകത ഇനി ഈ വാഹനങ്ങൾക്കോ ഇല്ലെങ്കിൽ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിനോ ഒരു ആവശ്യകത ഇല്ലാതായി വരികയാണ്. മറ്റൊന്ന്, അതാണ് ഈ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ കൂടുതലും ആ എണ്ണ ഉപയോഗിക്കുന്നത് ഈ വാഹനങ്ങൾക്കും ഫാക്ടറികളും മറ്റും യന്ത്ര ഉപകരണങ്ങൾ വർക്ക് ചെയ്യാനാണ്. ബാക്കിയുള്ള എണ്ണയാണ് അവർ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മറ്റു പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം 100 രൂപയ്ക്ക് നമ്മൾ എണ്ണ വാങ്ങുന്നതിൽ ഏതാണ്ട് ഒരു 60-70 രൂപയുടെ എണ്ണയും നമ്മളുടെ ഈ ഫാക്ടറികൾ വർക്ക് ചെയ്യാനും വ്യവസായ ആവശ്യത്തിനും വാഹനങ്ങൾ ഓടാനുമാണ് എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. ബാക്കി ഏതാണ്ട് ഒരു 30% നമ്മൾ പ്ലാസ്റ്റിക് ആയാലും ഇല്ലെങ്കിൽ ജെല്ലുകളായാലും ഒക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. അതായത് നാളെ നമ്മളൊക്കെ ഇലക്ട്രിക്കിലേക്കും CNG-യിലേക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എഥനോളിലേക്കും ഒക്കെ നമ്മൾ ഓരോ പാരമ്പര്യേതര ഊർജ്ജത്തിലേക്ക് മാറുന്നു. നമ്മുടെ ഫാക്ടറികളൊക്കെ സോളാർ വർക്ക് ചെയ്ത് നമുക്ക് ഈ 70 രൂപയുടെ എണ്ണ പിന്നെ നമുക്ക് ആവശ്യമില്ല. പിന്നെ ഉള്ളത് നമുക്ക് 30 രൂപയുടെ എണ്ണയാണ്. ആ 30 രൂപയുടെ എണ്ണ കിട്ടിയില്ലെങ്കിലും ഈ പ്രൊഡക്റ്റുകൾ പുറത്തിറങ്ങുക തന്നെ ചെയ്യും. ഇത് ഈ എണ്ണ ഉത്പാദക രാജ്യങ്ങൾക്ക് നന്നായി അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിൽ അവിടെ മീഡിയ സിറ്റികൾ വന്നിട്ടുണ്ട്. ഫോറിൻ കമ്പനീസ് ഒരുപാട് വന്നിട്ടുണ്ട്. അവിടുത്തെ നിയമങ്ങളൊക്കെ അവർ കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ഫോറിൻ കമ്പനികൾ വരുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ കുറച്ച് സ്വാതന്ത്ര്യം അവർക്ക് ആവശ്യമാണ്. ഇപ്പൊ അമേരിക്കൻസ് വന്നിട്ട് അവർക്ക് ലോഹയിട്ട് അവിടെ നടക്കാൻ കഴിയില്ല. അവർക്ക് അവരുടേതായ വസ്ത്രമിട്ട് നടക്കാൻ കഴിയും. അവർക്ക് ചിലപ്പോൾ 2 അടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടാകണം. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനികൾ അവിടെ വരികയെ പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. അത് UAE മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ആ ഒരു ഡെവലപ്മെന്റിന്റെ മാർഗത്തിലേക്ക് മാറി. തൊട്ടു പിന്നാലെ ഖത്തർ ലോകകപ്പ് ഉൾപ്പെടെ നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് അവർ എന്തുമാത്രം അതിനകത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് ഉണ്ട് എന്നുള്ളത്. ബിയർ അവിടെ വിതരണം ചെയ്യാൻ അവർ അനുവദിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പൊ അവർ ആദ്യം അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഈ ബിയർ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ആ ബിയർ കുടിച്ചോണ്ട് തന്നെയാണ് അവിടെ, കാരണം അവർക്ക് കച്ചവടം മനസ്സിലായി. കച്ചവടം നടന്നാലേ ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റും. സൗദിയിൽ വലിയ മാറ്റങ്ങളുണ്ട്. സൗദിയിൽ ഇപ്പൊ നടക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ഈ എണ്ണ കച്ചവടം ചെയ്തുകൊണ്ട് ഒരു കാര്യവും ഇല്ല അവിടെ. അത് മാത്രമല്ല, അവിടെ ഒരു ശക്തമായ രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ വലിയ രീതിയിലുള്ള ഭീകരപ്രവർത്തനങ്ങളും കാര്യങ്ങളും നടക്കാത്ത. എന്ന് കരുതിയിട്ട് സൗദി അറേബ്യ ഭീകര വിമുക്തമായ രാജ്യമൊന്നുമല്ല. ഹുത്തി വിമതര് ഇടയ്ക്കിടയ്ക്ക് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. ഇവിടെയാണ് വിദ്യാസമ്പന്നനായ ഒരു രാജാവ്, അദ്ദേഹം യൂറോപ്പിലാണ് പഠിച്ചത്, അദ്ദേഹം വന്നിട്ട് അവിടെ പരിഷ്കാരം അതിൽ വന്നിട്ടാണ് ഇവിടെ ഈ എതിർപ്പുകൾ മുഴുവൻ. അത് ഇന്ത്യയിലാണ് എതിർപ്പുകൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഏറ്റവും വലിയ ഈ തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ള രാജ്യം തുർക്കിയാണ്. തുർക്കി പോലും ഒരു എതിർപ്പ് ഉയർന്നില്ല.
പകരം എതിർപ്പ് ഉയർന്നത് ഇന്ത്യയിലാണ്. റാസ് അക്കാദമിയാണ് ആദ്യത്തെ എതിർപ്പ് ഉയർത്തുന്നത് ഞാൻ ഇവിടെയാണ്. പറയട്ടെ ഇത് ചേട്ടാ, തുർക്കിയിൽ പോലും അംഗീകൃത വേശ്യാലയങ്ങൾ, ബ്രോത്തൽസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾക്ക് പോലും പോവാം. അപ്പൊ ഈ സൗദിയിൽ ഒരു തിയേറ്റർ തുടങ്ങുമ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ എന്തിനാണ് കിടന്ന് തിളയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അംഗീകൃത വേശ്യാലയത്തിൽ പോകണ പൈസ കൊടുക്കണമല്ലോ. ഇവർ ഈ അധികാരം പിടിച്ചെടുത്തിട്ടുള്ള ഭീകരവാദികൾ അധികാരം പിടിച്ചിട്ടെടുത്തുള്ള രാജ്യങ്ങളൊക്കെ നോക്കിക്കേ, ഇവര് സെക്സ് അടിമകളല്ലേ വെക്കുന്നത്. ഒരു മുറിയിൽ കുറെ അതെ എണ്ണത്തിനെ അതെ അതെ, എവിടെന്നെങ്കിലും പിടിച്ചോണ്ട് വന്ന് അടിമകളാക്കി വെക്കുക. രതി കറക്റ്റ്. വൈകൃതങ്ങളുടെ ഒരു കേന്ദ്രമാക്കി അതിനെ മാറ്റുക. തുർക്കി പൈസ അതെ അതെ, കൊടുത്തിട്ടാണ് വെക്കുന്നത്. ഇവിടെ അത് പൈസ ഓസിന് പൈസ ഇതൊക്കെ കൊടുക്കണം. വേണം പിന്നെ താനും. പോരാത്തതിന് ആ അവിടെ പോകണമെങ്കിൽ എയ്ഡ്സ് ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. സർട്ടിഫിക്കറ്റ് വേണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ഇവർ ഈ ഭീകരവാദികൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ലല്ലോ. കഞ്ചാവും കള്ളും അടിച്ചു ഉം. കഴിയുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഒരു രൂപ അവർക്ക് വേണം. അതിന് പിടിച്ചുകൊണ്ട് വന്നവർ മതി. അതെ അതായത് അതെ അതെ. സാഡിസ്റ്റുകൾ ക്രൂരന്മാരുമായിട്ടൊരു ജനവിഭാഗത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഉം. അത് ഇന്ത്യ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ബഹുഭൂരിപക്ഷം പേരും. ഉം. അതാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. ബംഗ്ലാദേശിനെ കണ്ടുപിടിക്കുക. ഷെയ്ഖ് ഹസീന ഓടിയത്. ഷെയ്ഖ് ഹസീന ഓടിയിട്ട് ഇപ്പൊ എന്താണ് ബംഗ്ലാദേശിന്റെ ഗതി എന്നൊന്ന് കണ്ട്. ഇന്ന് നമ്മൾ ഉം. നൽകുന്ന ഒരു വാർത്ത, നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, അവിടെ മരുന്നില്ല. മരുന്ന് ഉം. കൊടുക്കണമെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് അതിന്റെ. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഇവിടെ ഇരുന്നോണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, ഇന്ത്യയിൽ നിന്ന് മരുന്ന് കിട്ടിയില്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാമല്ലോ എന്ന്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ഉം. ചെയ്യണമെങ്കിൽ പൈസ അവന് കൊടുക്കണ്ടേ. ചൈന ഇന്ത്യയെ അതെ. പോലല്ല. ഇത് കേട്ട മറ്റൊരു വാർത്ത, മാലിദ്വീപിന് വലിയ കടവായി കഴിഞ്ഞു ചൈനയ്ക്ക് കൊടുക്കാനുള്ള പണം. വലിയ കടവായി കഴിഞ്ഞു. ഇനി ചൈന മാലിദ്വീപ് പിടിച്ചെടുക്കോ ഇല്ലയോ എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. ഇത്തരത്തിലുള്ള ഒരു ഉം. വലിയ കാര്യങ്ങൾ പോകുന്നു. അതാണ് നമ്മുടെ പിന്തിരിപ്പന്മാരായിട്ടുള്ള കുറെ എണ്ണമുണ്ട്. അന്നിട്ട് മതത്തിന്റെ പേരാ പറയുന്നത്. മതത്തിന് ഉം. ഞങ്ങളുടെ മതര ഏറ്റവും വലിയ മതരാജ്യം തന്നെയാണ് സൗദി അറേബ്യ. ഉം. പുണ്യനഗരമാണ്. നഗരം സ്ഥിതി ചെയ്യുന്ന ഇടമാണ്. മക്കയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെയാണ് സൗദി അറേബ്യ. അവരെന്തുകൊണ്ട് ഉം. മാറുന്നു എന്ന് ചോദിച്ചാൽ, ആ രാജ്യത്തിന് ഇനി മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എണ്ണ കൊണ്ട് മാത്രം അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. അവിടെ വലിയ വലിയ കമ്പനികൾ വേണം, വലിയ ഫാക്ടറികൾ വേണം, വലിയ ബിസിനസ്സുകൾ വേണം. കാരണം ഈ യൂറോപ്യൻ കൺട്രീസിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഈ പശ്ചിമേഷ്യ, മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ഫാക്ടറികളും മറ്റും സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവർക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പകരമാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഉം. വന്നിട്ടോ ചൈനയിൽ വന്നിട്ടോ ഒരു ഫാക്ടറി തുടങ്ങുന്നത് പോലെയല്ല യൂറോപ്യൻ കൺട്രീസിന് ഈ ഗൾഫ് കൺട്രീസിൽ തുടങ്ങിക്കഴിഞ്ഞാൽ. ഉം. അവർക്കത് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ. എല്ലാവരും നോക്കുന്നത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും അത് എത്തിക്കാനുള്ള വഴി കൂടെ നോക്കണമല്ലോ. നമ്മളൊരു ഫാക്ടറി ഉം. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഇല്ലെങ്കിൽ പിന്നെ അതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളായിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത്, ഇപ്പൊ 10 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് 20 രൂപ മുടക്കിയാൽ നമുക്കത് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റുള്ളെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ വില 30 ഉം. രൂപയാണ്. നേരെ പറഞ്ഞ് 10 രൂപ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് 5 രൂപയ്ക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് 15 രൂപയ്ക്ക് വിൽക്കാം. കാരണം ഈ ഉം. കോമ്പറ്റീഷൻ നോക്കുന്ന കമ്പനികൾ ആ 15 രൂപയ്ക്ക് എവിടെ വിൽക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ചൈനയിലേക്ക് കമ്പനികൾ കൂടുതലായിട്ട് വരുന്നത്? അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് തൊഴിലാളികളുടെ കൂലി വളരെ കുറവാണ്. അപ്പം ഈ കൂലിയിൽ ഉം. ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വില വലുതായിട്ട് കൂടാതെ പിടിച്ചു നിർത്തി മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് അവർ ആ ഒരു രീതി നോക്കുന്നത്. അപ്പോ ഉം. ഈ അവർക്ക് കുറച്ചുകൂടെ എളുപ്പം ഈ പറയുന്ന ഗൾഫ് കൺട്രീസുകളാണ്. ഗൾഫ് കൺട്രീസിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് സൗദിക്ക് വലിയ സാധ്യതകൾ ഉണ്ട് താനും. ഇതൊക്കെ ഈ രാജകുമാരനാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആ സൗദിയിലേക്ക് വരുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭയങ്കരമായ മതത്തിന്റെ ഒരു പിടുത്തത്തിൽ കിടക്കുന്ന രാജ്യമാണ് സൗദി. അവിടെ ആ പർദ്ദയിടാതെ സൗദി ആർക്കും. അറേബ്യയില് ഈ പുള്ളിക്കാരൻ വന്ന ശേഷം ആദ്യം ന്യൂട്രലൈസ് ചെയ്തത് അവിടെ മത പോലീസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ആ സംഭവത്തിനെ ഇയാൾ ഉണ്ടായിരുന്നു. ന്യൂട്രലൈസ് ചെയ്തതാണ്. മത പോലീസ് ഉണ്ട്. പർദ്ദയിടാതെ ഹിന്ദു പെൺകുട്ടികൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ മത നിയമങ്ങൾ ഉം. പാലിക്കണം. അങ്ങനെ വലിയ നിയമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു നിയമം ഉള്ളിടത്ത് കമ്പനികൾ വരില്ല. കാരണം കമ്പനിക്ക് അത് വർക്ക് ഉം. ചെയ്യുന്ന ഒരു സൗദിക്കാരല്ലല്ലോ. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉം. ജപ്പാൻകാരുണ്ടാകും, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടാകും. ആ രാജ്യങ്ങളിൽ വരുന്നവർക്ക് അതിൻ്റെതായ ഒരു കൾച്ചർ അവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് നിൽക്കാൻ കഴിയുള്ളൂ. ഉം. ഉം. അതുകൊണ്ടാണ് അവിടെ തിയേറ്ററുകൾ വന്നത്, പാർക്കുകൾ വന്നത്. പാർക്കൊന്നും സൗദിയിൽ ഇല്ലായിരുന്നു. അവിടെ പാർക്കുകൾ വന്നു, തിയേറ്ററുകൾ വന്നു. ഒരു പക്ഷേ ഉം. അവിടെ ഈ അടുത്ത് കേൾക്കുന്നത് ഈ ചില കേന്ദ്രങ്ങളിൽ അത് ഓപ്പൺ ആയിട്ട് ലിക്കറിനുള്ള ഒരു പെർമിഷനും കൂടെ കൊടുക്കാൻ പോകുന്നു ലൈസൻസ് എന്നാണ് ഉണ്ടെങ്കിൽ കുടിക്കാം കേൾക്കുന്നത്. എന്നുള്ള ഒരു നിയമം ലൈസൻസ് വരാൻ പോകുന്നുണ്ട്. വരാൻ പോവാണ്. ലൈസൻസ് ഉണ്ടെങ്കിൽ കുടിക്കാമെന്നൊരു നിയമം. കാരണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ യൂറോപ്യൻ കൺട്രീസിലുള്ള കമ്പനികളായാലും ഫാക്ടറികളായാലും കൂടുതലെത്തും. ഒരു രാജ്യത്തിന് മുൻപോട്ട് പോകണമെങ്കിൽ ഇൻകം വേണം, വരുമാനം വേണം. നമ്മുടെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ അതെ. മോദിയും യോഗിയും ഒക്കെ കടന്ന് ഓടി നടന്നുള്ള കമ്പനികളെ മുഴുവൻ അവരുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടിരുന്നത്? ആ സംസ്ഥാനത്തിന് മുമ്പോട്ട് ഉം. കൊണ്ടുപോകണമെങ്കിൽ രാജ്യത്തിന് മുൻപോട്ട് കണ്ടില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ പോയിട്ട് ഗൂഗിളുമായിട്ടാണ് അദ്ദേഹം പോയി കണ്ടത്. ഗൂഗിളിനെ ഉം. തമിഴ്നാട്ടിലെത്തിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. അപ്പൊ ഞാൻ 7,000 പറഞ്ഞു അതാണ് കോടിയുടെ നിക്ഷേപം. 7,000 കോടി നിക്ഷേപമാണ് അയാളുടെ സംസ്ഥാനത്തേക്ക് അയാൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇവിടെ എല്ലാവരും ആ രീതിയിലാണ് ശ്രമിക്കുന്നത്. ഇവിടെ എങ്ങനെങ്കിലും ഒരു വികസനം ഉണ്ടാക്കി ഭാവിയിലേക്ക്, അതായത് ഒരു 2030 2040 ആകുമ്പോഴത്തേക്ക് എണ്ണ കൊണ്ട് വേറെ പരിപാടികളൊന്നും നടക്കത്തില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആണ് അദ്ദേഹം വളരെ എനിക്ക് തോന്നുന്നത് വളരെ പുരോഗമനപരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഉം. ലോകത്തിന്റെ ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്.
ഈ സൗദിയും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് ഒന്ന് നേരെയാക്കാൻ അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചകളിലൂടെ കൃത്യമായിട്ട് അവരെ ഒന്ന് ഒന്നിപ്പിക്കാനായിട്ട് US ശ്രമം നടത്തുന്നുണ്ട്. ഒന്നിപ്പിച്ചില്ലെങ്കിലും സൗദി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, സൗദി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. കാരണം സൗദി എപ്പോഴും പാലസ്തീന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തെ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേലിന് സൗദി പിന്തുണ കൊടുക്കുന്നുമുണ്ട്. അപ്പൊ ഈ ഒരു വിഷയം മുസ്ലിം രാജ്യങ്ങൾ ആം, വലിയ രീതിയിൽ ഒരു വിഷയമാക്കുന്നുമില്ല. അപ്പോ അവിടെയാണ് ഇവിടെ ഈ രാജകുമാരൻ പറയുന്നത് എനിക്കൊരു വധഭീഷണി വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ ടാക്കിൾ ചെയ്യും എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഇസ്രായേലിന് കൊണ്ട് സൗദിക്കാണോ ആവശ്യം, അല്ലെങ്കിൽ സൗദിയെ കൊണ്ട് ഇസ്രായേലിനാണോ ആവശ്യം? ഇവര് തമ്മിലുള്ള അന്തർധാര എന്തായിരിക്കും വിഷയം? വിഷയം എന്താ തോന്നുന്നത്? ഞാൻ കേട്ടിട്ടുള്ളത് ഇല്ല ധനുഷേ ഇല്ല. ഇസ്രായേലിന്റെ ആയുധങ്ങൾ സൗദിക്ക് വേണം എന്നുള്ള രീതിയിലാണ്. കാരണം ഈ ഹൂതി വിമതര് നിരന്തരം ഈ മെക്ക മദീനയിലേക്കടക്കം റോക്കറ്റുകൾ അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇസ്രായേലിന്റെ നവീന ടെക്നോളജി ആയിട്ടുള്ള അയൺഡോം ഒക്കെ സൗദി അറേബ്യക്ക് ആവശ്യമുണ്ട്. കാരണം ഈ റോക്കറ്റ് വരുമ്പോൾ അതിനെ ആകാശത്ത് വെച്ച് തന്നെ ന്യൂട്രലൈസ് ചെയ്ത് കളയാൻ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതല്ലാതെ വേറെ എന്തെങ്കിലും അതിന്റെ പിന്നിലുണ്ടോ? പൊളിറ്റിക്കൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാരണങ്ങളുണ്ടോ? ഈ ഇപ്പൊ ഈ സൗദി അറേബ്യക്കെതിരെയും സൗദി രാജകുമാരനെതിരെയും ലോകത്തുള്ള തീവ്രവാദി സംഘടനകളെല്ലാം തിരിയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ ഉം, മനസ്സിലാവും. മുൻപ് ഈ പലസ്തീൻ ആയാലും പാകിസ്ഥാൻ ആയാലും മറ്റ് ഈ ആ, ഇസ്ലാം കൺട്രീസ് ആയാലും അവിടുത്തെ ഭീകരന്മാരായാലും ഒക്കെ അവർ ഈ യുദ്ധം നടത്തുമ്പോഴും അവിടെ പ്രശ്നങ്ങൾ ഉം, ഉണ്ടാകുമ്പോഴൊക്കെ സൗദി വലിയ രീതിയിൽ ഫണ്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ അടക്കം, പാകിസ്ഥാൻ എപ്പോഴൊക്കെ കരഞ്ഞു പറയുമ്പോൾ സൗദി ഫണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സൗദി ഫണ്ട് ഉം, ചെയ്യാറില്ല. അവര് ഉം, പറയുന്ന മെത്തേഡ്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അത് ഇവര് ഫണ്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് തീവ്രവാദം നടത്താൻ പണം വേണമെന്നല്ലല്ലോ ഇവര് പറയുന്നത്. ഇവര് പറയുന്നത് ഉം, ഉം, പിന്നെ ആ യുദ്ധം നടന്നപ്പോൾ ഞങ്ങളുടെ സ്കൂള് പോയി, ആശുപത്രി പോയി, വീട് പോയി, ഞങ്ങൾക്കത് ഇത് ചെയ്യണ്ടേ, വീണ്ടും അത് ഉം. പണിയണമെങ്കിൽ പൈസ വേണം എന്നാണ് പുനർനിർമ്മിക്കണം. പറയുന്നത്. ആ പുനർനിർമ്മിക്കണമെങ്കിൽ ആ പുനർനിർമ്മിക്കാൻ വലിയ ഫണ്ടാണ് മുൻപ് സൗദി കൊടുത്തോണ്ടിരുന്നത്, ക്യാഷായിട്ട്. ഈ ഫണ്ടുകൾ മുഴുവൻ പോയിരുന്ന തീവ്രവാദ പ്രവർത്തനത്തിനാണ്. ഈ രാജകുമാരൻ വന്നതിന് ശേഷം പുതിയൊരു പോളിസി കൊണ്ടുവന്നു, ഫണ്ട് കൊടുപ്പില്ല, പകരം നിനക്കെന്താ ആശുപത്രിയാണോ പോയത്, ഞങ്ങൾ വന്ന് വെച്ച് തരും. ഉം, പാകിസ്ഥാനോട് ഉം, പറഞ്ഞതല്ലേ. പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധി ആയിട്ട് സൗദിയെ ബന്ധപ്പെട്ടപ്പോൾ സൗദി പറഞ്ഞത് പണം തരില്ല, നിങ്ങൾക്ക് ആശുപത്രി ഞങ്ങൾ ഉം, കെട്ടിത്തരാം. നിങ്ങൾക്ക് അപ്പം ഇപ്പം സൗദി ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ കെട്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ ഒരു പങ്ക് അവർ അതിന് മുടക്കുന്നതിന് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് ഇത് വേണം, അതിൽ നിന്ന് എടുത്തുകൊണ്ട് അത് ഉം, നടപ്പാക്കുക ചെയ്യുന്നത്. അത് ഫണ്ട് തരത്തില്ല, സ്കൂൾ പണിത് തരാം, റോഡ് പണിത് തരാം, എല്ലാം ഞങ്ങൾ ഉം, ചെയ്തു തരാം. ഉം, ഇത് തന്നെയാണ് അവർ പാലസ്തീനിലും പറഞ്ഞത്. പിന്നീട് സൗദി ഉം, ചെയ്തതാണ് ശരി എന്ന് മനസ്സിലാക്കി ഖത്തർ ഇപ്പൊ പണം കൊടുക്കുന്നില്ലല്ലോ. ഖത്തർ പറഞ്ഞു നിങ്ങൾക്ക് ഉം, എന്താണ് ആവശ്യം, ഭക്ഷ്യവസ്തുക്കളാണോ, ഞങ്ങൾ തരാം. നിങ്ങൾക്ക് സ്കൂൾ വേണോ, ഞങ്ങൾ തരാം. അതുകൊണ്ട് എന്ത് പറ്റി, ഈ ഹമാസ് ഉം, ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇപ്പൊ ഫണ്ടില്ല, ക്യാഷ് കൊടുക്കാൻ ഉം, ഇതുപോലുള്ള രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല ഇപ്പൊ. അന്നു ഉം, മുതലാണ് ഈ ഇദ്ദേഹത്തിനെതിരെ ഈ ലോകത്തുള്ള കംപ്ലീറ്റ് തീവ്രവാദികൾ എതിരാകാൻ തുടങ്ങിയത്. കാരണം പൈസ ഉം, കിട്ടാതെ പിന്നെ പ്രശ്നം വരുമല്ലോ. പുള്ളി പൈസ കൊടുക്കത്തില്ലെന്നല്ല പറഞ്ഞത്, നിങ്ങളെ ഞാൻ സഹായിക്കാം, ഉം, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ വെച്ച് തരാം, പോരെ, റോഡും ആശുപത്രി ഉം, സ്കൂളും എല്ലാം ഞങ്ങൾ വെച്ച് തരാം, വീടും എല്ലാം. ക്യാഷ് അത് അന്ന് ഉം, മുതലാണ് പുള്ളിയോട് ഇവർക്ക് കലിപ്പ് തുടങ്ങുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സൗദി അറേബ്യ, ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തുള്ള ഈ ഇസ്ലാമിക വിശ്വാസികളുടെ ഏറ്റവും വലിയ പുണ്യ സ്ഥലമാണ് ഈ മക്ക എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. അപ്പൊ അതെ. അത് സംരക്ഷിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ സൗദി അറേബ്യ അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം മുടക്കുന്നത്. അവിടെ ഒരുപക്ഷെ ഈ ഭീകരാക്രമണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഭീകരാക്രമണം ഉം, ഉണ്ടാകും എന്നുള്ള സൂചന ഉള്ളത് കൊണ്ടാണല്ലോ അത്രയും വലിയ സെക്യൂരിറ്റി അവിടെ കൊടുക്കുന്നത്. അവർക്ക് ഈ ഉം, സൗദിക്ക് എന്നും തലവേദനയായിട്ട് നിൽക്കുന്നത് ഈ ഷിയാസും ഷിയ മുസ്ലിങ്ങൾ പിന്തുണ കൊടുക്കുന്ന ഈ ഹൂത്തി വിമതന്മാരും, ഒപ്പം തന്നെ ഈ ഉം, ഹിസ്ബുള്ള അടക്കമുള്ളവരും, അതേപോലെ തന്നെ ഇറാനിയൻ ഗ്രൂപ്പ്സ് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഇസ്രായേൽ ഇറാൻ തർക്കം വന്നപ്പോൾ സൗദി ഒന്നും കയറി പെട്ടെന്ന് അതിന്റെ വാലെ ഉം, പിടിക്കാത്തതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. കാരണം ഈ ഉം, ഇസ്രായേൽ ആണെങ്കിൽ പറഞ്ഞാൽ നിൽക്കും, മറ്റവർ പറഞ്ഞാൽ നിൽക്കത്തില്ല. ഇതൊരു പണ്ട് തൊട്ടേ ഒരു ഉം, സംഘർഷമാണ്. ഇവിടെയാണ് ഇതിന്റെ ഒരു സാധ്യത നിലനിൽക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുൻപോട്ട് കുതിക്കുന്ന ഒരു രാജ്യത്തിന്, വികസനവുമായി മുൻപോട്ട് കുതിക്കുന്ന ഒരു രാജ്യത്തിന് ചുറ്റോട് ചുറ്റും ശത്രുക്കളെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ ഈ അടുത്ത ഉം, കാലം നമ്മുടെ ഇന്ത്യയുടെ കാര്യം തന്നെ നോക്കിക്കേ. ഇന്ത്യ സാമ്പത്തിക ശക്തിയായി മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ചൈനയായിട്ട് നമ്മൾ ഏകദേശം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തോണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനോട് നമ്മൾ ഉം, കയറി അടിവെക്കാൻ ഇപ്പൊ പോകുന്നില്ല. ബംഗ്ലാദേശിൽ ഒരു കമാന്നൊരക്ഷരം നമ്മൾ ഒരു വാക്കുകൊണ്ട് പോലും ആ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. എന്തുകൊണ്ടാണ്, നമുക്ക് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആഹ് നമുക്ക് ശത്രുക്കൾ കുറഞ്ഞിരിക്കണം. ശത്രുക്കൾ കുറഞ്ഞാൽ മാത്രമേ ഉം, നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പണം ആ ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് സൗദിയും ചെയ്യുന്നത്. കാരണം സൗദിക്ക് ഇപ്പൊ ചുറ്റോട് ഉം, ചുറ്റും പഴയതുപോലെ ഈ അറബ് രാഷ്ട്രങ്ങൾക്കോ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ പോയിട്ട് സപ്പോർട്ട് കൊടുത്ത് ആ രാജ്യം പിന്നോക്കം പോകാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. പകരം ഉം, ഇസ്രയേലുമായിട്ട് അവര് ഒരു ടൈപ്പ് അല്ല, ഒരു നല്ല ബന്ധമാണ് അവിടെ ഇസ്രായേലുമായിട്ട് ഉം, അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഏതാ ഈ
ഈ ഇസ്രയേലുമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ അടുക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ഹമാസ് വലിയ രീതിയിൽ ഉം, ഭീകരാക്രമണം നടത്തുന്നത്. അത് തെറ്റിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. കാരണം UAE-യുമായിട്ടും സൗദിയായിട്ടും ഒക്കെ ഇസ്രയേൽ ഒരു വലിയ ബന്ധത്തിലേക്ക് വന്നു. കാരണം അവിടുന്ന് വളരെ കാലത്ത് ശേഷമാണ് ഇസ്രയേലിന്റെ ഒരു ഫ്ലൈറ്റ് തന്നെ സൗദിയിൽ എത്തുന്നത്. അങ്ങനെ ഉം, എത്തുന്നു, അവർ കൂടിക്കാഴ്ച നടത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഈ ബന്ധം ശരിയാകില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഹമാസ് അവിടെ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചു വിട്ടതും. അതാണ് അതിന്റെ ഒരു ഉം, കറക്റ്റ് ഒരു ഭാഗം അത് തന്നെയാണ്. ഇതിനെ വീണ്ടും തെറ്റിക്കുക ഉം, എന്നുള്ള ശ്രമം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ നമ്മള് ഒരു രാജ്യം മുൻപോട്ട് സുഗമമായി പോകണമെന്നുണ്ടെങ്കിൽ, വികസനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ശത്രുക്കൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇസ്രായേലിനെ പിടിക്കുന്ന ഉം, ഒന്ന്, ഈ ആയുധങ്ങൾ വലിയ രീതിയിൽ സൗദിക്ക് ആവശ്യമായിട്ടൊരു സംഭവമാണ്. അതിനിപ്പം ഉം, ഇസ്രായേലിനെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ഒരു പോളിസി തന്നെയാണ് അത്. ഇന്ത്യ നമുക്ക് വേണ്ട ആയുധങ്ങൾ നല്ലത് ആരൊക്കെ ഉണ്ടാക്കുന്നു, അത് എവിടെയാണെന്ന് നമ്മൾ നോക്കാതെ എല്ലായിടത്തും നമ്മൾ വാങ്ങുന്നവരാണ്. ആ ഒരു പോളിസിയിലേക്കാണ് അതെ. സൗദി പോകുന്നത്. ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹൂത്തി വിമതരുടെ ഒരു ശല്യം ഇന്നല്ലെങ്കിൽ നാളെ അത് ശക്തമാവുക തന്നെ ചെയ്യും. അപ്പോൾ ഉം, അതിനവർക്ക് തടയിട്ടേ മതിയാവുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ ഉം, അധികം കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പരിഷ്കരണവുമായിട്ട് ഇപ്പൊ ഇറാനിൽ എന്താ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? അവിടെ പരിഷ്കരണവാദിയായ ഒരു ഭരണാധികാരിയാണ് ഇറാനിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഉം, ലോകത്തെമ്പാടും ഒരു പരിഷ്കരണത്തിന്റെ കാഹളം മുഴങ്ങുകയും നല്ല നല്ല വിവരവും വിദ്യാഭ്യാസവും വെളിപാടുമുള്ളവർ അധികാരത്തിൽ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു വിഭാഗം എതിർപ്പുണ്ടാകും. ആ ഒരു തരത്തിലേക്ക് എതിർപ്പ് കണ്ടാൽ മതിയാവും. പക്ഷെ പിന്നെ ഉം, ഈ ധനുഷ് പറഞ്ഞ കാര്യവും ഒരു മാധ്യമത്തെ റിപ്പോർട്ട് ചെയ്ത് സൂചിപ്പിച്ചു കോട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ധനുഷ് പറഞ്ഞ കാര്യം ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യത ഇല്ലാതില്ല. കാരണം ഉം, ഈ MS രാജകുമാരൻ ഇത്തരത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള ശ്രമവും മറുഭാഗത്ത് തുടങ്ങിയിട്ടുണ്ടാകും. ഉം, ഉം, കാരണം ഉം, അതായത് ഒരിക്കലും രക്ഷപ്പെടരുത് എന്നൊരു പോളിസിയിലാണ് ഈ ലോകത്തുള്ള ഭീകരന്മാർ മുഴുവൻ. ഒരിക്കലും രക്ഷപ്പെടരുത്. നിങ്ങൾ എപ്പോഴും ഈ പൊട്ടക്കിണറ്റിൽ കിടക്കണം. നിങ്ങൾക്ക് വെളിച്ചം ഉം, കിട്ടിയാലോ, നിങ്ങൾക്ക് അറിവ് കിട്ടിയാലോ, നിങ്ങൾ വികസിച്ചു കഴിഞ്ഞാലോ ഇവർ പറയുന്നത് കേൾക്കത്തില്ല. ഈ ഉം, ചിന്താഗതിയാണിത് വരുന്ന കുഴപ്പം. അല്ലാതെ ഇന്ന് സൗദി ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം ലോക എൻവോൺമെന്റിന് വേണ്ടിയിട്ട് തന്നെ ഏതാണ്ട് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടുള്ള ഒരു വാർത്ത ഒരു 2 വർഷം ഉം, മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തുമാത്രം അവർ ഡെവലപ്പ് ഉം, ആയിട്ടുണ്ട്. റോഡ് ഉം, വികസനത്തിനായാലും ട്രേഡിങ്സിലായാലും ഒക്കെ. ഈ പറയുന്നവർ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ എണ്ണ കൊണ്ട് മുമ്പോട്ട് പോകാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഇപ്പൊ തന്നെ കഴിയുന്നില്ല, ഇനി മുമ്പോട്ട് കഴിയാനും ഉം, സാധ്യതയില്ല. അപ്പൊ അവർക്ക് പുതിയ ഉം, വരുമാന മാർഗം കണ്ടെത്തിയേ പറ്റും. ഈ വരുമാന മാർഗം കണ്ടെത്തണമെങ്കിൽ അവിടെ സെക്യൂരിറ്റി നിർബന്ധമായിട്ടുള്ളൊരു കാര്യം. ഒരു രാജ്യത്തെ സംബന്ധിച്ച് വേറൊരു രാജ്യം അവിടെ പണം മുടക്കാൻ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉം, വേണ്ട സെക്യൂരിറ്റിയാണ്, സുരക്ഷ. അല്ലാതെ മൂട്ടിന് ബോംബ് പൊട്ടുന്ന ഒരു രാജ്യത്ത് ഒരുത്തിനും കൊണ്ട് കമ്പനി കിടത്തില്ല. അത് ഒന്നാമത്തെ കാര്യം. ഉം, ഉം, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അനുസ്യൂതം അവിടെ വൈദ്യുതി ഉണ്ടാകണം, വെള്ളം ഉണ്ടാകണം, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ കൃത്യമായിട്ട് ഉണ്ടാകണം. ഈ 2 കാര്യങ്ങൾ ഉം, കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സംസ്ഥാനമായാലും രാജ്യമായാലും അവിടത്തേക്ക് മാത്രമേ വരൂ. കാരണം അവിടെ വരുന്ന ഉം, അവരുടെ ഉം, സ്റ്റാഫിന് സ്വതന്ത്രമായിട്ട് ആ രാജ്യത്ത് എന്തുകൊണ്ടാണ് ചൈന പാകിസ്ഥാനിൽ പോയിട്ട് ഒരുപാട് പ്രൊജക്ടുകൾ സൈൻ ചെയ്ത് പണി തുടങ്ങിയല്ലോ? എന്നിട്ട് എന്ത് സംഭവിച്ചു? ചൈനയുടെ എഞ്ചിനീയർമാരെ എത്ര എണ്ണമാണ് ഭീകരവാദികൾ തട്ടി? പാകിസ്ഥാനിൽ നിന്ന് ചൈന ഉം, ജീവനും കൊണ്ട് ഓടിയില്ലേ? എത്ര ലക്ഷം പേരെ അവർ ഉം, പിൻവലിക്കേണ്ടി വന്നു, അവരുടെ ജീവനക്കാരും ഉം, സ്റ്റാഫുകളൊക്കെ. ഉം, എന്തുകൊണ്ടാണ്? അപ്പൊ സുരക്ഷ കൊടുക്കാൻ പറ്റണം. സൗദിയെ പോലെ ഒരു രാജ്യത്ത് സുരക്ഷയും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് കണ്ടാൽ ഒരുപാട് ഉം, കമ്പനികൾ വരും. ഇന്ത്യയെ വരുന്നതിനേക്കാൾ കൂടുതൽ കമ്പനികൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു ഏരിയ ഉം, കിടക്കുന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വന്നിട്ട് ഉം, കമ്പനി നടത്താനും ഒക്കെ പറ്റുന്നൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഉം, ഏതായാലും ഇപ്പൊ ഈ ധനുഷ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം. അത് ഞാനും ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ആ ഒരു കാര്യത്തെ കുറിച്ച്. കാരണം ഈ ഉം, നമ്മുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാലും ഈ പരിഷ്കരണവുമായിട്ട് ഇറങ്ങുന്ന നല്ല, അതായത് ഇപ്പൊ ആ ഇപ്പൊ ആ ഭരണാധികാരിയെ കുറിച്ച് കൈയിട്ട് വാരി നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അദ്ദേഹം അടിച്ചോണ്ട് ഉം, പോയെന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഉം, അഴിമതിക്കാരനാണെന്ന് കേട്ടിട്ടില്ല. പെണ്ണുപിടിയനാണെന്ന് കേട്ടിട്ടില്ല. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉം, ദോഷമുണ്ടെന്ന് കേട്ടിട്ടില്ല. പകരം എന്താണ് നമ്മൾ കേൾക്കുന്നത്? അദ്ദേഹം വികസനത്തിന് വേണ്ടി നിന്നു എന്നൊരൊറ്റ കുറ്റമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ഉം, കാലം മാറുന്നതനുസരിച്ച് അതിനനുസരിച്ചിട്ട് തന്നെ തന്റെ രാജ്യവും മാറ്റാൻ ശ്രമിച്ചൊരു ഭരണാധികാരി എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഉം, അവിടെയാണ് ഉം, അദ്ദേഹത്തിനെതിരെ സ്വാഭാവികമായിട്ട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ കാണാം, ഇങ്ങനെയുള്ള റിഫോർമേഴ്സിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ഭരണാധികാരികളെല്ലാം തന്നെ ഒന്നുകിൽ ഉം, കൊല്ലപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവർ ഉം, നാട് ഉം, കടത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഷേഖ് ഉം, ഹസീനയുടെ കേസിൽ നമുക്ക് ഇനി അവർ കൈക്കൂലി മേടിച്ചെന്നോ അഴിമതി നടത്തിയെന്നോ ഒക്കെ പറയാൻ പറ്റും. ഇതൊന്നും അതുപോലും പറയാൻ പറ്റുന്നില്ല. എന്താണ് ചെയ്തതെന്ന് ലോകം നാളെ എന്തിനാണ് അദ്ദേഹത്തെ കൊന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ ആ രാജ്യം രക്ഷപ്പെടുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിച്ചില്ല, ആ രാജ്യം രക്ഷപ്പെടാൻ ഉം, സഹായിച്ച വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കൊന്നതെന്ന് പറയേണ്ടി വരും. അതാണ് ഉം, അതിന്റെ ഒരു കാര്യം. ഗൾഫ് കൺട്രീസ് മാറിക്കൊണ്ടിരിക്കുക തനുഷ. ഒരു 5 ഉം, കൊല്ലം കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ ഒരു ഉം. മൊത്തം മാറുക. ഉം. എന്തായിരുന്നാലും 2030 സൗദി വലിയൊരു മാറ്റത്തിനാണ് തയ്യാറെടുക്കുന്നത്. ഇനി സൗദിയുടെ നിയോം സിറ്റി വരികയാണ്. നിയോം സിറ്റി 2030 വരും. ഇപ്പൊ തന്നെ അതിന്റെ പണി ഏകദേശം പൂർത്തിയായി വരുന്നു. 4 ലക്ഷം പേർക്ക് താമസിക്കാനുള്ള സെറ്റപ്പ് ഇപ്പൊ ആയി കഴിഞ്ഞു. 2030
ഏകദേശം 2 ദശലക്ഷം ആൾക്കാർക്ക് താമസിക്കാനുള്ള ആ ഒരു വലിയ സെറ്റപ്പായിട്ട് നിയോം സിറ്റി ഉയർന്നു വരും. യൂറോപ്പിനെ കവച്ചു വെക്കുന്ന രീതിയിൽ സൗദി അറേബ്യ വളരുമെന്നാണ് പറയുന്നത്. കാരണം നിയോം സിറ്റിയിലാണ് ഇനി സൗദിയുടെ പ്രതീക്ഷ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പെട്രോൾ വരുമാനം നിലയ്ക്കാനായിട്ട് പോവുകയാണ്. അത് നിലച്ചു കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യക്ക് കൂടുതൽ നിക്ഷേപകരെ സൗദിയിലേക്ക് ആകർഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് രാജ്യം വികസിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് രാജ്യത്ത് പരിഷ്കാരങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. ഒരു പുരോഗമനാത്മകമായിട്ടുള്ള ഒരു ഭരണാധികാരി അവിടെ അധികാരത്തിലേറിയപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ബിജേട്ടൻ പറയുന്നത് പോലെ ഒരിക്കലും ഈ രാജ്യം വികസിക്കരുത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ടെററിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും സൗദി അറേബ്യ വികസിക്കുകയാണ്. അവരുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള രീതികളിൽ നിന്നും സൗദി മാറുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ ബാർ ലൈസൻസുകൾ അനുവദിക്കാൻ പോകുന്നു, തിയേറ്ററുകൾ വരുന്നു, സ്ത്രീകൾ സ്വിം സ്യൂട്ട് ഇട്ടുകൊണ്ടുള്ള ഫാഷൻ ഷോകൾ നടത്തുന്നു. സാധാരണ വെള്ളിയാഴ്ചകളിൽ സൗദി അറേബ്യയിൽ നമുക്കറിയാം നിസ്കാരങ്ങൾക്കാണ് പ്രാധാന്യം. പക്ഷേ ഒരു വെള്ളിയാഴ്ചയാണ് ഈ സ്വിം സ്യൂട്ട് ഫാഷൻ ഷോ നടന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ വിചേട്ടാ, അപ്പൊ എന്തായാലും സൗദി എന്ന് പറയുന്ന രാജ്യം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു തർക്കമില്ല. നമുക്കറിയാം 2030 സൗദിയിൽ നിയോം സിറ്റി പൂർത്തിയാക്കാനാണ് MBSന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. MBS 2030 നിയോം സിറ്റി പൂർത്തിയാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പെട്രോൾ എന്ന് പറയുന്ന ആ ഒരു അവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്ത് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പുരോഗമനാത്മകമായിട്ടുള്ള ഒരു സമീപനം സൗദി അറേബ്യ എല്ലാത്തിലും സ്വീകരിക്കുന്നത്. ഇപ്പൊ തന്നെ നിയോം സിറ്റിയുടെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2030 മിഷൻ 2030 എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 2030 കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ, അതായത് ഏകദേശം 2 ദശലക്ഷത്തോളം ആൾക്കാരെ പാർപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ നിയോം സിറ്റി ഉയർന്നു വരും. അതിനുശേഷം സൗദിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്ന് ടൂറിസവും ഈ നിയോം സിറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് കച്ചവട സാധ്യതകളുമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് തുരങ്കം വയ്ക്കാനാണ് ഈ ഭീകരവാദികളെ പോലെയുള്ള ഈ പുരോഗമനവാദത്തിന് തടയിട്ട് നിൽക്കുന്ന എക്സ്ട്രീമിസ്റ്റുകൾ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോ ആ അപ്ഡേറ്റുകൾ അറിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു വിജേട്ട, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.